ഓക്കെ, നോക്ക് അടുത്ത ക്വസ്റ്റ്യൻ. എ സർക്കിൾ പാസസ് ത്രൂ ദ ഒറിജിൻ. സർക്കിൾ ഇവിടെ ആ സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? പാസസ് ത്രൂ ദി ഒറിജിൻ ആണ്. അതേപോലെ -3 0, അതേപോലെ തന്നെ 0 4 എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് സർക്കിൾ. അതേപോലെ ഒറിജിനിലൂടെ കടന്നു പോകുന്നുണ്ട്, -3 0 കടന്നു പോകുന്നുണ്ട്, 0 4 കടന്നു പോകുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഫിഗർ തന്നിട്ടുണ്ട്. പക്ഷേ ഫിഗർ ഇങ്ങനെ തന്നിട്ടുണ്ട്, എന്തില്ല, വേറെ ഒന്നുമില്ല കേട്ടോ, ഞാൻ വരച്ചതാണ്. അപ്പോൾ ആ സർക്കിള് കടന്നു പോകുന്ന പോയിൻറ്റ്സ് ഒന്നാരം -3 0, പിന്നെ ഒറിജിനാണ്, പിന്നെ എന്താണ് 0 4 ആണ്. അവിടെ ഞാൻ ജസ്റ്റ് ഒരു കാര്യങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. എന്താ വരച്ചിട്ടുള്ളത്? യെസ്, ഇവിടെ നിങ്ങളുടെ ഒരു വര വരച്ചിട്ടുണ്ട്. അത് ഡയമീറ്ററാണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വികരണം, എന്താ പറയുക, അതിൻ്റെ സർക്കിളിൻ്റെ എന്താ പറയുക, സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈനാണ് ഡയമീറ്റർ. എന്തുകൊണ്ട് ഇത് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഡയമീറ്റർ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിരുന്നു ആംഗിൾ ഓൺ സെമി സർക്കിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ പകുതി. ആ സെമി സർക്കിൾ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ എങ്ങനെ ഇത് ഡയമീറ്ററായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് ഇത് 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് അറിയാം. എവിടുന്ന്? ഇത് എക്സ് ആക്സും വൈ ആക്സും കൂടി കൂട്ടിമുട്ടുന്നത് 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ടാണ് ഈ 2 പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതെന്തായത്? ഡയമീറ്റർ ആയത്. സോ ക്വസ്റ്റ്യനിൽ ഇത്രേ ഉണ്ടാവുള്ളൂ, ബാക്കി നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കി ഇത് 90 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കി, അതിന് ശേഷം ഇത് ഡയമീറ്റർ എന്ന് മനസ്സിലാക്കി. ഡയമീറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കാണുന്ന ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് ഡയമീറ്റർ. നമ്മൾ ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ആ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ ലെങ്ത് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. എന്താ ഡിസ്റ്റൻസ് ഫോർമുല? എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് ഫോർമുല Ax1 y1 Bx2 y2. ഈ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി? x2 എന്ന് x1 കുറക്കുക, y2 എന്ന് y1 കുറക്കുക, സ്ക്വയർ എടുത്തിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. സോ ഈ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാണുക? എ എന്ന് പറയുന്ന ഈ പോയിൻറ്റും ബി എന്ന് പറയുന്ന ഇവിടുത്തെ ഈ പോയിൻറ്റും തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ ചെയ്യാനവിടെ. അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കാണാൻ പോവുകയാണ്. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു AB ആണ്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. എയും ബിയും ഞാൻ കൊടുത്തതാണ്, ക്വസ്റ്റ്യനിൽ എയും ബിയും ഇല്ല, നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ AB ഈസ് ഈക്വൽ ടു എഴുതാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓക്കെ, റൂട്ട് ഓഫ് എന്താണ്? x2 - x1. ഇവിടെ ശ്രദ്ധിക്കുക, x2 എന്ന് പറഞ്ഞാൽ 0 മൈനസ് x1 എന്ന് പറഞ്ഞാൽ -3. അപ്പോൾ 0 - -3 അവിടെ എന്താവും? മൈനസും മൈനസും ചേർന്ന് എന്താവും? പ്ലസ് ആവും. സോ +3ൻ്റെ സ്ക്വയർ എന്താണ്? 9 മാറും. അടുത്തെന്താ? y2 - y1 ഹോൾ സ്ക്വയർ. 4ൽ നിന്ന് 0 കുറച്ചാൽ 4 - 0 എന്ന് പറയുമ്പോൾ 4 ആണ്. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ആ 9ഉം 16 കൂടി കൂട്ടിയാൽ 25 ആണ്. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? 5 കിട്ടുന്നു. സോ ഇതാണ് എന്ത്? ആ വൃത്തത്തിൻ്റെ വ്യാസം അല്ലെങ്കിൽ ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ ഡയമീറ്റർ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. വൃത്തത്തിൻ്റെ വ്യാസം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ സെൻറ്റർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കിളിൻ്റെ ഫൈൻഡ് ദ വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻറ്റർ. ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് എന്താണ്? അതായത് വൃത്തത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കുക, കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കുക എന്നായിരിക്കും മലയാളം മീഡിയത്തിൽ വരിക. അപ്പോൾ സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ഈ എയും ബിയും ഉണ്ടല്ലോ, ഈ ഡയമീറ്ററിൻ്റെ 2 അറ്റത്താണ്, അതിന് നടുക്കത്തെ പോയിൻ്റാണ് ആര്? സെൻറ്റർ. സോ ഏത് ഫോമിൽ ഉപയോഗിക്കുക? മിഡ് പോയിൻറ്റ് ഫോമിൽ ഉപയോഗിക്കുക. മിഡ് പോയിൻറ്റ് ഫോമിൽ എന്താ പറയണത്? Ax1 y1 Bx2 y2 ആണെങ്കിൽ മിഡ് പോയിൻ്റ് M കാണാനുള്ള പരിപാടി x1ൻ്റെ കൂടെ x2 കൂട്ടിയിട്ട് പകുതി എടുക്കുക. x1 x2 കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? പകുതി എടുക്കുക. കോമ ആരാണ്? y1ഉം y2 കൂടെ കൂട്ടിയിട്ട് എന്തെടുക്കുക? പകുതി എടുക്കുക. സോ x1 + x2/2 y1 + y2/2. ഇതാണ് എന്ത്? മിഡ് പോയിൻറ്റ് ഫോമുല. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്, സോ അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിഡ് പോയിൻറ്റ് കാണാൻ പോകണം. മിഡ് പോയിൻറ്റ് പറയുമ്പോൾ എയും ബിയും ഉള്ള നമ്മൾ 2 പോയിൻറ്റ്സ്. സോ അതാ ഞാൻ എ റെഡിയാണ്, ബി റെഡിയാണ്. സോ ആ രണ്ടും വെച്ചുകൊണ്ട് ഞാൻ കൂട്ടാൻ പോവാണ്. -3ൻ്റെ കൂടെ 0 ആഡ് ചെയ്താൽ -3 + 0 / 2. അടുത്തത് 0ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ ഞാൻ 0 + 4 / 2. അപ്പോൾ -3യും 0യും കൂടി കൂട്ടിയാൽ എന്തിനാണ്? -3 തന്നെയാണ്. സോ -3ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ -1.5. അതുപോലെ തന്നെ 0യും 4ഉം കൂടി കൂട്ടിയാൽ 4 ആണ്. 4ൻ്റെ ഹാഫ് ആരാണ്? 2 ആണ്. സോ നമുക്ക് കിട്ടി -1.5, എന്ത്? 2 എന്ന് കിട്ടി. സോ ഇതാണ് നമ്മുടെ സെൻറ്റർ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ കാണണം. എന്താണ് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണണം? ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാനുള്ള സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ r² ആണ്. ഇത് കാണാൻ പഠിക്കുക, നല്ലപോലെ പഠിക്കുക. എന്താ പ്രത്യേകത? x - h ഹോൾ സ്ക്വയർ പ്ലസ് y - k ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിൽ എച്ചും കെയും ആരാ ചോദിച്ചാൽ, ഈ സർക്കിളിൻ്റെ സെൻറ്ററില്ലേ, ആ സെൻറ്ററിൻ്റെ കോർഡിനേറ്റാണ് എച്ചും കെ. ആ എക്സ് കോർഡിനേറ്റാണ് എച്ച്, അതാണ് എക്സ് എന്ന് കുറക്കേണ്ടത്. അതിൻ്റെ വൈ കോർഡിനേറ്റാണ് കെ, ആ കെ ആണ് എവിടെ നിന്ന് കുറക്കേണ്ടത്? വൈ എന്ന് കുറക്കേണ്ടത്. ഈക്വൽ എന്താ? r². ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ എന്തൊക്കെ വേണം? സർക്കിളിൻ്റെ സെൻറ്റർ വേണം,
റേഡിയസ് വേണം. ഈ 2 സാധനങ്ങൾ വേണം. നമ്മൾ ചോദ്യത്തിൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് നമുക്ക് ആവശ്യം, മെയിനായിട്ട് ആവശ്യം. സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടിക്കണം. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ റെഡിയാണ്. അവിടെ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സ് മൈനസ് എച്ച് എന്നുള്ളിടത്ത് എച്ചിന് പകരം നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ശ്രദ്ധിക്കണം, -1.5. ആ -1.5 കൊടുക്കുമ്പോൾ ഈ 2 മൈനസും കൂടി ചേർന്ന് അതെന്തായി മാറും, +1.5 ആയി മാറും. അപ്പോൾ എക്സ് +1.5 ഹോൾ സ്ക്വയർ എന്നായി വരും. പ്ലസ് y മൈനസ് കെ ഹോൾ സ്ക്വയറിലെടുത്ത് കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ y കോർഡിനേറ്റാണ് സെൻറ്ററിൻ്റെ y കോർഡിനേറ്റ് ആരാ 2 ആണ്. സോ ജസ്റ്റ് കൊടുക്കുന്നു y-2 ഹോൾ സ്ക്വയർ. സോ y-2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസിൻ്റെ സ്ക്വയർ. ആരുടെ സ്ക്വയറാ? റേഡിയസ്. ഇവിടെ എവിടെയും കണ്ടിട്ടുണ്ടോ? ഡയമീറ്റർ കണ്ടിട്ടില്ലേ? ഡയമീറ്ററിൻ്റെ പകുതി എന്താ? റേഡിയസ് ആണ്. റേഡിയസ് എന്നാൽ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. സോ ഡയമീറ്റർ ആരാണ്? ഡയമീറ്റർ ഈക്വൽ ടു 5 ആണ്. സോ ഡയമീറ്ററിൻ്റെ പകുതി പറയുമ്പോൾ 5ൻ്റെ പകുതി ആരാണ്? 2.5. സോ റേഡിയസ് കിട്ടി കഴിഞ്ഞാൽ 2.5 ഇവിടെ കൊടുക്കുക. സോ ആർ സ്ക്വയർ എന്നുള്ളത് 2.5ൻ്റെ സ്ക്വയർ. സോ എന്ത് കിട്ടി? ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ഇത് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് ഇതിൻ്റെ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ ഒന്നും കൂടി വൃത്തിയുള്ള സാധനം കിട്ടും. പക്ഷേ എക്സാമിന് നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇത്ര എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. അപ്പം പ്രധാനപ്പെട്ട സാധനം സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ്, റേഡിയസ് എന്താണ് കണ്ടെത്തിയത് ഇതിനകത്ത് കൊടുക്കുക എന്നുള്ളതാണ്. സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ഫോം പഠിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ജസ്റ്റ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ട് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ?